ഹലോ നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പി.വി. അൻവർ എം.എൽ.എ വെളിപ്പെടുത്തിയ കാര്യങ്ങളോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പലരും പറയുന്നുണ്ട് പി.വി. അൻവർ എം.എൽ.എ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പത്തി മടക്കി ആൾ ഒതുങ്ങിപ്പോയി, എലിയായി, പൂച്ചയായി എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ, അല്ലെങ്കിൽ ഒരു സംഘടനയുടെ കീഴിൽ, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ കീഴിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടി പറയുന്നത്, അല്ലെങ്കിൽ ആ സംഘടന പറയുന്നത്, സംഘടനയുടെ നേതാവ് പറയുന്നത്, അതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. ആ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നിലപാടുകൾക്കനുസരിച്ച് നമ്മൾ ചിലപ്പോൾ മുന്നോട്ട് പോകേണ്ടി വരും. ഇങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. എന്തൊക്കെ തന്നെ ആയാലും ഈ ഒരു വിഷയത്തിൽ പി.വി. അൻവർ എം.എൽ.എ വളരെ ബുദ്ധിപരമായിട്ടാണ് ഓരോ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ, ഈ ഒരു വിഷയത്തിൽ വെളിപ്പെടുത്താനുള്ളതെല്ലാം തന്നെ ആള് വെളിപ്പെടുത്തി കഴിഞ്ഞു. ഓരോ ചാനലുകളുടെ മുമ്പിലും ആള് വളരെ വെട്ടിത്തുറന്ന് തെളിവുകൾ സഹിതം സമർപ്പിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു. എന്നാലോ പാർട്ടി പറയുന്നത് ആള് കേൾക്കുകയും ചെയ്തു. അപ്പൊ ഇനിയുള്ളത് ആരുടെ കയ്യിലാണ്? നമ്മളുടെ ഓരോരുത്തരുടെയും കയ്യിലാണ്, അല്ലെങ്കിൽ ഓരോരോ മാധ്യമ പ്രവർത്തകരുടെയും മാധ്യമ ചാനലുകളുടെയും കയ്യിലാണ്. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഓരോന്ന് കുത്തിപ്പൊക്കി വരുന്ന മാധ്യമ പ്രവർത്തകർക്ക് എന്തേ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ കൂടുതൽ ചർച്ചകൾ കൊണ്ടുവന്ന് ഈ ഒരു പ്രശ്നം അതിന് എത്തേണ്ടിടത്ത് എത്തിക്കാൻ പറ്റാത്തത് എന്തേ? നമ്മൾ എല്ലാവരും, അല്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകർ, ന്യൂസ് ചാനലുകളെല്ലാം തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും സമയം കൊണ്ട് കിട്ടിയ തെളിവുകളും വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എത്തിക്കേണ്ടവരെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ പറ്റും. അല്ലാണ്ട് ആവശ്യമില്ലാതെ ലൈവ് ചാനലുകളിൽ ഇരുന്നിട്ട് ഓരോരുത്തരുടെ കോളുകൾ അറ്റൻഡ് ചെയ്ത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയാതെ അത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്ത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചർച്ചകൾ നടത്തിയിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിന് പകരം ഇത്തരം ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നമ്മളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ, നമ്മളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അതുമായിട്ട് എന്തുകൊണ്ട് ഒരു അന്വേഷണവുമായിട്ട്, ഒരു ഇൻവെസ്റ്റിഗേഷൻ വെച്ചിട്ട് അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് അത്തരത്തിലുള്ള ആളുകളെ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ എന്തുകൊണ്ട് മാധ്യമ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കോ പ്രതിപക്ഷ പാർട്ടികൾക്കോ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ആ ചർച്ച നടക്കട്ടെ, അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും ചർച്ചകളും ഡിബറ്റുകളൊക്കെ നടന്നിട്ട് ആ ഒരു പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ നിയമത്തിന്റെ മുമ്പിലേക്ക് നമുക്ക് എല്ലാവർക്കും കൊണ്ടുവരാം. അത് സത്യമാണെങ്കിൽ, സത്യം ആവാതിരിക്കാൻ ചാൻസ് ഇല്ല. അത്രയും തെളിവുകളാണ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പണ്ടൊക്കെ എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ടായിരുന്നു, നമ്മുടെ കേരള പോലീസിൽ RSSന്റെ ആളുകൾ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇടയ്ക്കൊക്കെ ഫ്രണ്ട്സുകൾ പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ പി.വി. അൻവറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം അതൊക്കെ ഒരു പക്ഷേ സത്യമാണോ എന്ന് തോന്നിപ്പോവാണ്. നിയമത്തിന് മുമ്പിൽ വരട്ടെ, അവരെ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നമ്മളൊന്നടങ്കം ഓരോരുത്തർക്കും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അല്ലാണ്ട് മിണ്ടാണ്ടിരിക്കുക, പി.വി. അൻവറിനെ മാത്രം പഴിചാരിയിട്ട്, അല്ലെങ്കിൽ ആൾ ഒതുങ്ങിപ്പോയി, ആൾ എലിയായി പൂച്ചയായി എന്ന് പറഞ്ഞു ഒതുങ്ങിയിരിക്കാതെ നമ്മളുടെ കർത്തവ്യങ്ങൾ, ചാനലുകളുടെ കർത്തവ്യങ്ങൾ, പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടികളുടെ അംഗങ്ങളായാലും അവരുടെ ഓരോരുത്തരുടെ നിലപാടുകൾ അനുസരിച്ച് പ്രവർത്തിച്ച് ആ ഒരു ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ. ഞാനിത് പറയുമ്പോൾ എല്ലാ പോലീസുകാരെയും നമുക്കിതിൽ പറയാൻ പറ്റില്ല കേട്ടോ. ഒന്നോ രണ്ടോ ആളുകൾ, പക്ഷെ അത് തലപ്പത്തിരിക്കുന്ന ആളുകളാണ്. ആ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ടെങ്കിൽ, ഇത്തരം തെറ്റുകൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഞാൻ പറഞ്ഞ പോലെ അടിമുടി ബാധിക്കും. കാരണം അവരാണല്ലോ താഴെ തട്ടിലിരിക്കുന്ന പോലീസുകാരെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇത്തരം ആളുകളുടെ മുകളിൽ ഇരുന്നിട്ട് ഭരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ പേരോ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കെട്ടിച്ചമച്ച്, അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഈ ഇടയായിട്ട് നടന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ പി.വി. അൻവർ എം.എൽ.എ പറഞ്ഞതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇതിലൊക്കെ വാസ്തവമുണ്ട് എന്ന് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്തായാലും അത്തരം ആളുകളെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ചാനലുകൾക്ക് സാധിക്കട്ടെ, പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിക്കട്ടെ. എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കാണെങ്കിലും ഭരണപക്ഷ പാർട്ടികൾക്കാണെങ്കിലും അതിലെ അംഗങ്ങൾക്കാണെങ്കിലും അതിനു വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ.